നമസ്കാരം, KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായിരുന്ന 2 യുവാക്കൾ മരിച്ചു. ആലപ്പുഴ രൂപത സൺഡേ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വെക്കേഷൻ ലോഗോസ് ഫെസ്റ്റ് സമാപിച്ചു. മട്ടാഞ്ചേരി BOT പാലത്തിലെ ടോൾ പിരിവ് 27 നിർത്തലാക്കണമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BOT പാലത്തിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായിരുന്ന 2 യുവാക്കൾ മരിച്ചു. മരിച്ചത് മുണ്ടമേലി സ്വദേശികളായ ജോസഫ് നിജുവും എബി ജോർജും. അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾ തൽക്ഷണം മരിച്ചു. തോപ്പുംപടി മുണ്ടംവേലി സാന്തോം കോളനിയിൽ ജോസിയുടെ മകൻ ജോസഫ് നിജു, കിഴക്കേ മുണ്ടംവേലി ചെറിയ കാക്രാഞ്ചേരിയിൽ ജോൺസന്റെ മകൻ എബി ജോർജ് എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7:30 മണിയോടെ തോപ്പുംപടി BOT പാലത്തിൽ നിന്ന് കുണ്ടന്നൂർക്ക് പോകുന്ന റോഡിലാണ് അപകടം നടന്നത്. മാർബിൾ പണിക്കാരായ ഇരുവരും ജോലിക്കായി പെരുമ്പാവൂരിലേക്ക് പോകും വഴിയാണ് അപകടം. ഐലൻഡിലേക്ക് ചരക്കുമായി വരികയായിരുന്ന ലോറിയാണ് അപകടം വിതച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന യമഹ ബൈക്ക് പൂർണ്ണമായും തകർന്നു. നിജുവാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണപ്പെട്ടു. നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ നിലയിലായിരുന്നു. ട്രാഫിക് പോലീസും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിജുവിന്റെ അച്ഛൻ ജോസി ഡ്രൈവറാണ്. അമ്മ മോളി, നിനി, നിമ്മി എന്നിവർ സഹോദരിമാരാണ്. എബി ജോർജിന്റെ അമ്മ ലിസിയാണ്. ജിബിൻ ക്രിസ്റ്റി എന്നിവരാണ് സഹോദരങ്ങൾ. ഇരുവരുടെയും മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലിജുവിന്റെ മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ മുണ്ടംവേലി സെന്റ് ലൂയിസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. എബി ജോർജിന്റെ സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മുണ്ടംവേലി സെന്റ് ലൂയിസ് പള്ളിയിൽ നടക്കും. അപകടം വരുത്തിയ ലോറിയും ഡ്രൈവറായ തലശ്ശേരി പുതിയപുരയിൽ സത്യനെയും ട്രാഫിക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ മരണത്തിലും ഒന്നിച്ചു. നിജുവിന്റെ മരണം തകർത്തത് ഒരു കുടുംബത്തിലെ പ്രതീക്ഷകൾ. വെള്ളിയാഴ്ച മുണ്ടംവേലിക്കാർക്ക് കറുത്ത വെള്ളിയായിരുന്നു. പലരും ഉണർന്നത് തന്നെ ഉറ്റ സുഹൃത്തുക്കളായ നിജുവിന്റെയും എബിയുടെയും മരണവാർത്ത അറിഞ്ഞായിരുന്നു. ഇതോടെ മുണ്ടംവേലി പ്രദേശമാകെ ദുഃഖം തളം കെട്ടി. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരുമായിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കൾ എന്നും നിജുവിന്റെ ബൈക്കിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. സാധാരണ എബി നിജുവിന്റെ വീട്ടിലെത്തിയാണ് ഒരുമിച്ച് പോകാറുള്ളതെങ്കിലും വെള്ളിയാഴ്ച നിജു എബിയുടെ വീട്ടിൽ എത്തി കൊണ്ടുപോവുകയായിരുന്നു. ലോറിയുടെ രൂപത്തിൽ എത്തിയ മരണം ഇരുവരെയും തട്ടിയെടുക്കുകയായിരുന്നു. അങ്ങനെ മരണത്തിലും വേർപിരിയാതെ അവർ ഒരുമിച്ചു. മരണവാർത്ത അറിഞ്ഞതോടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഇരുവരുടെയും വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ലിജുവിന്റെ മൃതദേഹം വെള്ളിയാഴ്ച തന്നെ സംസ്കരിച്ചു. എബിയുടേത് ശനിയാഴ്ച സംസ്കരിക്കും. മുണ്ടംവേലി സാന്തോം കോളനിയിലെ പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്ന ജോസിയുടെ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മരിച്ച നിജു. സ്വന്തമായി ഒരു കൂര വാങ്ങണമെന്ന ആഗ്രഹം നിജുവിലൂടെ സാക്ഷാത്കരിക്കാമെന്ന പ്രതീക്ഷയാണ് എരിഞ്ഞിറങ്ങിയത്. സഹോദരിമാരിൽ മൂത്തയാളായ നിനിയെ വിവാഹം കഴിച്ച് അയച്ചെങ്കിലും നിമ്മിയുടെ വിവാഹം നടത്തുന്നതിനുള്ള പരിശ്രമത്തിലായിരുന്നു നിജുവും പിതാവും. കാർ ഡ്രൈവറായ ജോസിയുടെ വരുമാനം കൊണ്ട് മാത്രം കഴിയാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് ചെറുപ്പത്തിലെ തന്നെ നിജുവിനെ ജോലിക്കിറങ്ങാൻ പ്രേരിപ്പിച്ചത്. അപ്രതീക്ഷിതമായി മരണം തട്ടിയെടുത്ത യുവാക്കളുടെ ചേതനയറ്റ ശരീരം ഒരു നോക്ക് കാണുന്നതിന് എത്തിയവരും ഈ കുടുംബത്തിന്റെ കണ്ണീരിലും ദുഃഖത്തിലും പങ്കുചേർന്നു. ആലപ്പുഴ രൂപത സൺഡേ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വെക്കേഷൻ ലോഗോസ് ഫെസ്റ്റ് സമാപിച്ചു. ആലപ്പുഴ രൂപത സൺഡേ സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന അവധിക്കാല തിരുവചനോത്സവം വെക്കേഷൻ ലോഗോസ് ഫെസ്റ്റ് സമാപിച്ചു. കഴിഞ്ഞ 5 ദിവസമായി സൗദി ആരോഗ്യമാതാ ദേവാലയത്തിൽ നടന്നു വന്ന ഫെസ്റ്റാണ് സമാപിച്ചത്. സൺഡേ സ്കൂളിലെ 100ഓളം കുട്ടികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. ഏപ്രിൽ 21 ഫാദർ മാത്യു നെറോണയാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. 5 ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിൽ തിരുവചന ഭാഗങ്ങൾ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ വിവിധ കളികളും ശില്പശാലകളും നടന്നു. കൂടാതെ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. റാലിയോടെയാണ് ഫെസ്റ്റ് സമാപിച്ചത്.
മട്ടാഞ്ചേരി TD ഹൈസ്കൂളിൽ നടന്നുവന്ന SPC ക്യാമ്പ് സമാപിച്ചു. മട്ടാഞ്ചേരി TD ഹൈസ്കൂളിൽ നടന്നുവന്ന ജൂനിയർ SPC നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് സമാപിച്ചു. സമാപന ദിവസമായ വെള്ളിയാഴ്ച അധ്യാപകരായ അജിത്ത്, സുനിത, മട്ടാഞ്ചേരി SI M സുധിലാൽ, SPC ഓഫീസർ മണിയപ്പൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചില ഗുണങ്ങളല്ല, അതിൻ്റെ ക്വാളിറ്റീസും അതിൻ്റെ ഈ ഡ്രഗ്സിന് വേണ്ടി മാത്രം, പ്രത്യേകിച്ചും ഗഞ്ചാവ് എന്ന് മലയാളത്തിൽ പറഞ്ഞ ഗഞ്ച, അതുകൂടാതെ ചരസ്, ബ്രൗൺ ഷുഗർ, പെപ്റ്റഡിൻ, പിന്നെ ആംബ്യൂൾ ഉണ്ടല്ലോ. ആംബ്യൂൾ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെയാണ് ഈ ആംബ്യൂൾ ഉപയോഗിക്കുന്നത്. ഈ പ്രസവ സംബന്ധമായിട്ട് സ്ത്രീകൾക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ ഈ കുറച്ച് സീരിയസ് ആയ അസുഖം വരുമ്പോൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടി പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചെറിയ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി. അത് അതിൻ്റെ മുകളിൽ തട്ടിയിട്ട് സിറിഞ്ച് അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ലിക്വിഡ് വലിച്ചെടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് അറിയില്ലേ, സീരിയൽ കണ്ടില്ലേ? അതിനാണ് ആംബ്യൂൾ. അത് 1 ml ഉണ്ട്, 1 ml ഉണ്ട്, 2 ml ഉണ്ട്, പല ബ്രാൻഡിലുണ്ട്. അത് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ മെഡിക്കൽ പർപ്പസിനാണ് ഈ ആംബ്യൂൾസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഏറെ നാളത്തെ ശ്രമങ്ങൾക്കൊടുവിൽ തോപ്പുംപടി ചെന്നാട്ട് റോഡ് പുനർനിർമ്മിച്ചു. തോപ്പുംപടി ചെന്നാട്ട് റോഡ് പുനർനിർമ്മിച്ചു. മെറ്റൽ വിരിച്ച് 1 വർഷക്കാലം ടാർ ചെയ്യാൻ കഴിയാതെ കിടക്കുകയായിരുന്നു ഈ റോഡ്. ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ ഇരുചക്രവാഹന യാത്രികർ കൊച്ചുപള്ളി റോഡിലേക്ക് കടക്കുവാൻ ഈ റോഡാണ് ഉപയോഗിച്ചിരുന്നത്. റോഡ് നിർമ്മാണത്തോടൊപ്പം കാന പുനർനിർമ്മിച്ച് സ്ലാബ് ഇടുന്ന ജോലിയും ഉണ്ടായിരുന്നു. നിർമ്മാണ ജോലികൾ ഇടയ്ക്ക് ചിലർ തടസ്സപ്പെടുത്തിയിരുന്നു. കൗൺസിലർ സെലീൻ പീറ്ററിന്റെ ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് റോഡ് നന്നാക്കി കാനയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സ്ലാബിടാൻ കഴിഞ്ഞത്. 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. ഡിവിഷൻ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം. മട്ടാഞ്ചേരി BOT പാലത്തിലെ ടോൾ പിരിവ് 27-ന് നിർത്തലാക്കണമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BOT പാലത്തിലേക്ക് മാർച്ച് നടത്തി. മട്ടാഞ്ചേരി BOT പാലത്തിലെ ടോൾ പിരിവ് 27-ന് നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുക, ഗവൺമെന്റ് ഇന്ത്യക്ക് 31 കോടി രൂപ നൽകുവാനുള്ള ആർബിട്രേഷൻ തീരുമാനത്തിൽ നിന്നും സർക്കാരും GCDAയും പിന്മാറുക, ഒത്തുകളി സംബന്ധിച്ച അന്വേഷണം നടത്തുക, പഴയ തോപ്പുംപടി ഹാർബർ പാലം സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BOT പാലത്തിലേക്ക് മാർച്ച് നടത്തി. BTR ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. ഗവൺമെന്റ് ഇന്ത്യ കമ്പനിക്ക് 30 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും GCDAയുടെയും തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഇന്ത്യ കമ്പനിക്ക് ടോൾ പിരിക്കാനുള്ള കാലാവധി 6 വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഴയ മട്ടാഞ്ചേരി പാലം CPIM സിന്ദാബാദ് BOTയുടെ പേര് പറഞ്ഞ് നിൽക്കും സർക്കാര് കൊള്ള കമ്പനി ഗവൺമെന്റ് ഇന്ത്യ കേരള മക്കളെ കൊള്ളയടിക്കും കേരള മക്കളെ കൊള്ളയ്ക്ക് ഗവൺമെന്റ് ഇന്ത്യ കൂട്ടുനിൽക്കും. തുടർന്ന് നടന്ന ധർണ CPM കൊച്ചി ഏരിയ സെക്രട്ടറി ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. KJ മാക്സി അധ്യക്ഷത വഹിച്ചു. KJ ആന്റണി, AK അനൂപ് കുമാർ, MK അബി, B ഹംസ, KM റിയാദ് തുടങ്ങിയവർ സംസാരിച്ചു. അതിനെതിരെ അതിശക്തമായ സമരം നടത്തിയവരാണ് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പലരും. അന്ന് ആ സമരം ആ നിലയിൽ സംഘടിപ്പിച്ചതിന്റെ പേരിൽ നിരവധിയായ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരാണ്. ഇതിൽ അധ്യക്ഷ വഹിക്കുന്ന മാക്സിയും ഞാനും റിയാദും ഹംസസഖാവ് അടക്കമുള്ള KJ അടക്കമുള്ള നിരവധി സഖാക്കൾ കഴിഞ്ഞ 14 വർഷമായി തുടർന്നു വരുന്ന ദുരിതത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൂചനാ സമരം നടത്താൻ പാർട്ടി തീരുമാനിച്ചത്. ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം 2 തരം നീക്കങ്ങളാണ് BOT പാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. 13 വർഷത്തെ ടോൾ പിരിക്കാനുള്ള കാലാവധിയാണ് ഗവൺമെന്റ് ഇന്ത്യക്ക് അനുവദിച്ചതെങ്കിൽ
ടോൾ പിരിവിൽ കൃത്രിമം കാണിച്ച് 6 മാസത്തേക്ക് കൂടി ഗവൺമെന്റ് ഇന്ത്യ ടോൾ പിരിക്കാനുള്ള അനുമതി നേടി. അങ്ങനെ 13 വർഷവും 6 മാസവുമായി. ഏപ്രിൽ മാസം 27-ന് ടോൾ കാലാവധി അവസാനിച്ച് പാലം പൊതുജനങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ തുറന്നു കൊടുക്കുമെന്ന പ്രഖ്യാപനം GCDA ചെയർമാൻ നടത്തിയിട്ടും 6 വർഷങ്ങളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമിത വേഗതയിൽ വന്ന ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായിരുന്ന 2 യുവാക്കൾ മരിച്ചു. ആലപ്പുഴ രൂപത സൺഡേ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വെക്കേഷൻ ലോഗോസ് ഫെസ്റ്റ് സമാപിച്ചു. മട്ടാഞ്ചേരി BOT പാലത്തിലെ ടോൾ പിരിവ് 27-ന് നിർത്തലാക്കണമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BOT പാലത്തിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ടൈം ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.